കേവലം 2 വർഷത്തെ നിയമനത്തിന് ആജീവനാന്തം പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെക്കുറിച്ച് സുപ്രീം കോടതി പരാമർശം. ഡീസൽ മൊത്തമായി വാങ്ങുമ്പോൾ വിപണി വിലയേക്കാൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരുന്നതിൽ കേന്ദ്രത്തിൽ നിന്ന് ഇളവ് ആവശ്യപ്പെട്ട് KSRTC സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ അബ്ദുൾ നസീറും കൃഷ്ണ മുരാരിയുമടങ്ങുന്ന ബെഞ്ച് കേരളത്തെ രൂക്ഷമായി വിമർശിച്ചത്. ഇത്തരത്തിൽ പെൻഷൻ നൽകാൻ കഴിയുന്നവർക്ക് ഡീസൽ വാങ്ങുമ്പോൾ എന്തുകൊണ്ട് കൂടുതൽ പണം കൊടുത്തുകൂടാ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഈ ഒരു പെൻഷൻ രീതി കേരളത്തിൽ മാത്രമാണെന്ന് രോഷം പ്രകടിപ്പിച്ച കോടതി ദുർച്ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കാത്ത ഭരണ നേതൃത്വത്തെ വിമർശന വിധേയമാക്കി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ആജീവനാന്തം വാങ്ങുന്ന പെൻഷൻ ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് ചർച്ചയാകാൻ സുപ്രീം കോടതിയുടെ ഈ പരാമർശം കാരണമായി. പെൻഷൻ നൽകുന്നതിനുള്ള നിബന്ധനകൾ സർക്കാർ കഴിഞ്ഞ ജൂലൈയിൽ പുതുക്കിയിരുന്നു. ആജീവനാന്ത പെൻഷൻ നൽകാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് 3 വർഷമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ ഉറപ്പാക്കി മന്ത്രിമാരുടെ കൂടെയുള്ള പണി വിട്ട് മറ്റു വരുമാനം തേടി പോകുന്നവർ ഏറെയാണ്. ചുളുവിൽ ആജീവനാന്ത പെൻഷൻ നൽകുന്ന നാടെന്ന ദുഷ്പേര് കേരളം തിരുത്തിയേ മതിയാകൂ. കേരള പ്രണാമം, ചിന്താശകലങ്ങൾ.